എപ്പോഴെങ്കിലും ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ആരും ഒരു വിലയും നൽകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലോ ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ തന്നെയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു പരിഗണനയും ലഭിക്കാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതെ എന്നാണ് എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് മറ്റുള്ളവരിൽ നിന്നുള്ള ബഹുമാനവും അംഗീകാരവും. പണം കൊണ്ടോ പ്രതാപം കൊണ്ടോ മാത്രം ശാശ്വതമായി നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് വലിയ കാറോ വീടോ ഉയർന്ന ജോലിയോ ഒക്കെ ഉണ്ടെങ്കിൽ ആളുകൾ നമ്മളെ ബഹുമാനിക്കുമെന്നാണ്. എന്നാൽ യഥാർത്ഥ ബഹുമാനം അതല്ല. അത് നമ്മുടെ പെരുമാറ്റത്തിൽ നിന്നും നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്നും നമ്മൾ മറ്റുള്ളവരുമായി എങ്ങനെ ഇടപെടുന്നു എന്നതിൽ നിന്നും രൂപപ്പെടുന്ന ഒന്നാണ്. ഒരാൾ നമ്മളെ ബഹുമാനിക്കണം എന്ന് നമുക്ക് അവരോട് നിർബന്ധിക്കാൻ കഴിയില്ല. അത് നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നാണ്. ഒരു വ്യക്തിയെന്ന നിലയിൽ നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കാനും ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങാനും നിങ്ങളുടെ ദിനചര്യകളിലും സ്വഭാവത്തിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് സമൂഹത്തിൽ വിലയും ബഹുമാനവും നേടിയെടുക്കുക? അതിനായി നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ഇതാണ് നമ്മൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഇത്തരം കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വലിയൊരു പ്രചോദനമാണ്. മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെത്തന്നെ ബഹുമാനിക്കാൻ തുടങ്ങുക എന്നതാണ്. സ്വയം ബഹുമാനിക്കാത്ത ഒരാളെ ലോകത്തിൽ മറ്റാരും ബഹുമാനിക്കാൻ പോകുന്നില്ല. എന്താണ് സ്വയം ബഹുമാനിക്കുക എന്ന് പറയുന്നത്? നിങ്ങളുടെ സ്വന്തം മൂല്യം തിരിച്ചറിയുക എന്നതാണ് ഇതിന്റെ ആദ്യ പടി. നിങ്ങളുടെ കഴിവുകളിലും നിങ്ങളുടെ തീരുമാനങ്ങളിലും നിങ്ങൾക്ക് തന്നെ പൂർണ്ണമായ വിശ്വാസമുണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെത്തന്നെ വില കുറച്ച് കാണിക്കുന്ന പ്രവണത ഇന്ന് തന്നെ നിർത്തണം. ചില ആളുകളുണ്ട്, എന്ത് കാര്യം ചെയ്യുമ്പോഴും എനിക്കിതിന് കഴിയില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എനിക്കെപ്പോഴും പരാജയമാണ് എന്നൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വയം താഴ്ത്തി സംസാരിക്കും. ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇയാൾക്ക് തന്നെ ഇയാളെക്കുറിച്ച് വലിയ മതിപ്പില്ല, പിന്നെ നമ്മൾ എന്തിന് ഇയാളെ പരിഗണിക്കണം? അതുകൊണ്ട് സ്വന്തം വ്യക്തിത്വത്തെ ആദ്യം അംഗീകരിക്കുക. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുക. ഇതിൽ നിങ്ങളുടെ വസ്ത്രധാരണവും പെരുമാറ്റവും വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട്. എപ്പോഴും വലിയ വില കൂടിയ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിക്കണം എന്നല്ല ഇതിനർത്ഥം. മറിച്ച് ഏത് സാഹചര്യത്തിലും വൃത്തിയുള്ളതും നിങ്ങൾക്ക് അനുയോജ്യമായതുമായ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്ന, വൃത്തിയായി നടക്കുന്ന ഒരാളെ കാണുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ അബോധപൂർവമായി ഒരു ബഹുമാനം രൂപപ്പെടും. നിങ്ങളുടെ ബാഹ്യരൂപം നിങ്ങളുടെ ആന്തരികമായ ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് നിങ്ങളുടെ ശരീരഭാഷ. വാക്കുകൾക്ക് മുൻപേ സംസാരിക്കുന്നത് നിങ്ങളുടെ ശരീരമാണ്. ഒരാളോട് സംസാരിക്കുമ്പോൾ കണ്ണുകളിൽ നോക്കി നേരെ നിവർന്നു നിന്ന് സംസാരിക്കുക. തോളുകൾ കൂനിക്കൂടി താഴേക്ക് നോക്കി സംസാരിക്കുന്നത് ആത്മവിശ്വാസമില്ലായ്മയുടെ ലക്ഷണമാണ്. ആത്മവിശ്വാസമില്ലാത്ത ഒരാളെ സമൂഹം ഒരിക്കലും ഗൗരവമായി എടുക്കില്ല. വ്യക്തമായി നല്ല ശബ്ദത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശീലിക്കുക. ഇതെല്ലാം നിങ്ങളെക്കുറിച്ചുള്ള ഒരു മികച്ച മതിപ്പ് മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ വലിയ രീതിയിൽ സഹായിക്കും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നതാണ്. പലർക്കുമുള്ള ഒരു വലിയ പ്രശ്നമാണ് ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യാൻ താൽപ്പര്യമില്ലെങ്കിൽ പോലും ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല എന്നത്. മറ്റുള്ളവർക്ക് വിഷമമാകുമോ, അവർ നമ്മളെക്കുറിച്ച് മോശമായി വിചാരിക്കുമോ, നമ്മുടെ ബന്ധം നശിക്കുമോ എന്നൊക്കെയുള്ള പേടി കാരണമാണ് പലരും ഇങ്ങനെ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഓടുന്നത്. എന്നാൽ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുക, എപ്പോഴും എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും അതെ എന്ന് പറയുന്ന ഒരാൾക്ക് സമൂഹത്തിൽ വലിയ വിലയൊന്നും ഒരിക്കലും കിട്ടില്ല. ആളുകൾ അത്തരം വ്യക്തികളെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും പിന്നീട് കാര്യങ്ങൾ കഴിയുമ്പോൾ വലിച്ചെറിയുകയും ചെയ്യും. നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്കും നിങ്ങൾ തന്നെ വില നൽകണം. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തതോ നിങ്ങളുടെ സമയത്തിന് തടസ്സം നിൽക്കുന്നതോ ആയ കാര്യങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ വളരെ മാന്യമായി തന്നെ അത് ചെയ്യാൻ കഴിയില്ല എന്ന് മുഖത്തു നോക്കി പറയാൻ പഠിക്കണം. തുടക്കത്തിൽ ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. ചിലർ നിങ്ങളോട് ദേഷ്യപ്പെട്ടേക്കാം. എന്നാൽ കാലക്രമേണ സ്വന്തമായി ഒരു നിലപാടുള്ള വ്യക്തിയാണ് നിങ്ങൾ എന്ന് അവർ തിരിച്ചറിയുകയും നിങ്ങളെ കൂടുതൽ ബഹുമാനിക്കാൻ തുടങ്ങുകയും ചെയ്യും. എപ്പോഴും ലഭ്യമായ ഒന്നിന് വലിയ വില കാണില്ല എന്നത് ഒരു പ്രകൃതി നിയമമാണ്. സ്വർണത്തിന് ഇത്രയധികം വില വരാൻ കാരണം അത് എല്ലായിടത്തും എളുപ്പത്തിൽ കിട്ടാത്തതുകൊണ്ടാണ്. ഇരുമ്പ് എവിടെയും കിട്ടും, അതുകൊണ്ട് അതിന് വലിയ വിലയില്ല. അതുപോലെ നിങ്ങളുടെ സമയവും സാന്നിധ്യവും എപ്പോഴും ആർക്കും എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നാക്കി മാറ്റരുത്. വിളിക്കുമ്പോഴെല്ലാം ഓടിച്ചെല്ലുന്ന ശീലം മാറ്റുക. നിങ്ങളുടെ സമയത്തിന് വലിയൊരു വിലയുണ്ട് എന്ന് മറ്റുള്ളവരെ നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ ബോധ്യപ്പെടുത്തുക.
സമൂഹത്തിൽ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം നേടിക്കൊടുക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് വാക്കുപാലിക്കുക എന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യാമെന്ന് ഒരാൾക്ക് വാക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും എത്ര കഷ്ടപ്പെട്ടും അത് നിറവേറ്റാൻ ശ്രമിക്കണം. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരിക്കലും വെറുതെ വാഗ്ദാനം ചെയ്യരുത്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ പെട്ടെന്നൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നും തടിയൂരാൻ വേണ്ടിയോ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ നൽകും. പിന്നീട് അത് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ പല ഒഴിവുകഴിവുകളും കള്ളങ്ങളും പറയും. ഇത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ വില പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. ഇയാൾ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും എന്നൊരു വിശ്വാസം ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിലമതിക്കാനാവാത്ത അംഗീകാരമാണ്. സമയനിഷ്ഠ പാലിക്കുന്നതും ഇതിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഒരാളോടൊരു പ്രത്യേക സമയത്ത് കാണാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യം ആ സമയത്ത് തന്നെ അല്ലെങ്കിൽ അതിന് 5 മിനിറ്റ് മുൻപ് അവിടെ എത്തിയിരിക്കണം. മറ്റൊരാളുടെ സമയത്തിന് നിങ്ങൾ നൽകുന്ന വിലയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. സമയത്തിന് വില നൽകുന്ന ആളുകളെ സമൂഹം എപ്പോഴും ഒരു പ്രത്യേക ബഹുമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. ചെറിയ കാര്യങ്ങളിൽ പോലും ഈ വാക്ക് പാലിക്കൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. വിശ്വാസ്യത എന്നത് ഒറ്റ ദിവസം കൊണ്ട് ആകാശത്തുനിന്നും വീഴുന്ന ഒന്നല്ല. അത് തുടർച്ചയായ നമ്മുടെ സത്യസന്ധമായ പ്രവൃത്തികളിലൂടെ നേടിയെടുക്കേണ്ടതാണ്. ഒരിക്കൽ ഒരാൾക്ക് നിങ്ങളിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ പിന്നെ അത് എത്ര ശ്രമിച്ചാലും തിരിച്ചെടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സംസാരിക്കുന്നതിനു മുൻപും വാഗ്ദാനങ്ങൾ നൽകുന്നതിനു മുൻപും 100 വട്ടം ചിന്തിക്കുക. കൂടുതൽ സംസാരിക്കുന്നവരെക്കാൾ ആളുകൾ എപ്പോഴും ബഹുമാനിക്കുന്നത് നന്നായി കേൾക്കാൻ കഴിവുള്ളവരെയാണ്. ഒരു സംഭാഷണത്തിൽ നമ്മൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര നല്ല ഒരു രീതിയല്ല. മറ്റുള്ളവർക്ക് പറയാനുള്ളത് കൂടി ക്ഷമയോടെ കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരാൾ നിങ്ങളോട് അവരുടെ പ്രശ്നങ്ങളോ സന്തോഷങ്ങളോ പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും അവർക്ക് നൽകുക. ഫോണിൽ നോക്കിക്കൊണ്ടോ TV കണ്ടുകൊണ്ടോ മറ്റെന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടോ അവരെ കേൾക്കുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അവരുടെ കണ്ണുകളിൽ നോക്കി അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അനുഭാവപൂർവ്വം പ്രതികരിക്കുക. മികച്ച ശ്രോതാക്കൾക്ക് സമൂഹത്തിൽ എപ്പോഴും വലിയൊരു സ്ഥാനമുണ്ട്. കാരണം എല്ലാവർക്കും തങ്ങളെ കേൾക്കാൻ ഒരാളെ വേണം എന്നതാണ് സത്യം. അതുപോലെ തന്നെ പ്രധാനമാണ് എവിടെ, എന്ത്, എത്രത്തോളം സംസാരിക്കണം എന്ന് തിരിച്ചറിയുക എന്നത്. അനാവശ്യമായി എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന ശീലം പൂർണ്ണമായും ഒഴിവാക്കുക. നിങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുക. വലിയ അറിവില്ലാത്ത വിഷയങ്ങളിൽ വെറുതെ വാചാലനാകുന്നത് ആളുകൾക്കിടയിൽ നിങ്ങളെ ഒരു കോമാളിയാക്കി മാറ്റാനേ ഉപകരിക്കൂ. നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു ഭാരമുണ്ടായിരിക്കണം. നിങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ മറ്റുള്ളവർ നിശബ്ദരായി അത് കേൾക്കാൻ തയ്യാറാകുന്ന അവസ്ഥയുണ്ടാകണം. അതിന് നിങ്ങളുടെ വാക്കുകൾ അർത്ഥവത്തായതും ചിന്തോദ്ദീപകവുമായിരിക്കണം. നിശബ്ദതയ്ക്ക് ചിലപ്പോൾ 1000 വാക്കുകളേക്കാൾ വലിയ ശക്തിയുണ്ട്. ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ മൗനം പാലിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഗാംഭീര്യം വർദ്ധിപ്പിക്കും. നിഗൂഢത നിലനിർത്തുന്നവരെ ആളുകൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കും. അത് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം ലഭിക്കണമെങ്കിൽ നമ്മൾ ആദ്യം മറ്റുള്ളവരെ ബഹുമാനിക്കാൻ തയ്യാറാകണം. കൊടുക്കുന്നതേ തിരിച്ചു കിട്ടുകയുള്ളൂ എന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യങ്ങളിലൊന്നാണ്. നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവരോടാണെങ്കിലും സാമ്പത്തികമായി താഴെ നിൽക്കുന്നവരോടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കീഴുദ്യോഗസ്ഥരോടാണെങ്കിലും വളരെ മാന്യമായി മാത്രം പെരുമാറുക. ഒരാളുടെ പദവിയോ സമ്പത്തോ നോക്കിയല്ല നമ്മൾ ബഹുമാനം നൽകേണ്ടത്, മറിച്ച് അവർ ഒരു മനുഷ്യനാണ് എന്ന പരിഗണനയാണ് നൽകേണ്ടത്. ഹോട്ടലിലെ വെയിറ്ററോടോ സെക്യൂരിറ്റി ജീവനക്കാരോടോ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നത് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം എന്താണെന്ന് കാണിക്കുന്നു. മറ്റുള്ളവരെ കളിയാക്കുന്നതും അവഹേളിക്കുന്നതും ഒരിക്കലും ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ലക്ഷണമല്ല. എല്ലാവർക്കും അവരുടേതായ അഭിമാനവും വികാരങ്ങളുമുണ്ട് എന്ന് എപ്പോഴും മനസ്സിലോർക്കുക. ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ അത് മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് പരസ്യമായി വിമർശിച്ച് അവരെ അപമാനിക്കാതെ സ്വകാര്യമായി അവരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളോടുള്ള അവരുടെ ആദരവ് പല മടങ്ങ് വർദ്ധിപ്പിക്കും. അതുപോലെ മറ്റുള്ളവരുടെ വിജയങ്ങളെ അംഗീകരിക്കാനും ഹൃദയ തുറന്ന് അഭിനന്ദിക്കാനും ഒരിക്കലും മടികാണിക്കരുത്. മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അസൂയപ്പെടുന്നതിനു പകരം അവരെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാകുന്ന വലിയ മനസ്സുള്ള ആളുകളെ സമൂഹം എപ്പോഴും ഉയർന്ന സ്ഥാനത്താണ് കാണുന്നത്. നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്ന പരിഗണനയും ബഹുമാനവും തീർച്ചയായും നമുക്ക് ഇരട്ടിയായി തിരികെ ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ സംസാരത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും വളരെ ശ്രദ്ധിക്കുക. ദേഷ്യം വരുമ്പോൾ നിയന്ത്രണം വിട്ട് ഉപയോഗിക്കുന്ന മോശമായ വാക്കുകൾ നിങ്ങളുടെ അതുവരെയുള്ള എല്ലാ നല്ല ഇമേജും ഒരൊറ്റ നിമിഷം കൊണ്ട് തകർത്തുകളയാൻ പര്യാപ്തമാണ്. സമൂഹത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നത് വില വർദ്ധിപ്പിക്കാൻ വളരെ പ്രധാനമാണ്. അതിനായി നിങ്ങളുടെ അറിവും കഴിവുകളും എപ്പോഴും വികസിപ്പിച്ചുകൊണ്ടിരിക്കണം. ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ വളരെ മികച്ചയാളാണെങ്കിൽ, മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിലാണെങ്കിൽ, സമൂഹം നിങ്ങളെ തേടിവരികയും നിങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യും. അത് നിങ്ങളുടെ ജോലിയാകാം, കച്ചവടമാകാം, എന്തെങ്കിലും കലയാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേക കഴിവുകളാകാം. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിയാനും എപ്പോഴും ഒരു താൽപ്പര്യമുണ്ടായിരിക്കണം. നിങ്ങളുടെ കഴിവുകൾ കൊണ്ടാണ് നിങ്ങൾ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്നത്.
നിങ്ങളെക്കൊണ്ട് മറ്റുള്ളവർക്കെന്തെങ്കിലും പ്രയോജനം ഉണ്ട് എന്ന് വരുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ വില വർദ്ധിക്കും. വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുക എന്നതാണ് ബഹുമാനം പിടിച്ചുപറ്റാനുള്ള മറ്റൊരു വലിയ കഴിവ്. ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടപ്പെട്ട് കരയുകയോ ചെയ്യുന്ന ആളുകളെ മറ്റുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ പ്രകോപിപ്പിക്കാനും നിയന്ത്രിക്കാനും സാധിക്കും. അത്തരം വൈകാരിക അസ്ഥിരതയുള്ള ആളുകൾക്ക് സമൂഹത്തിൽ വലിയ ബഹുമാനമൊന്നും ലഭിക്കില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എത്ര വലിയ പ്രശ്നം വന്നാലും ശാന്തമായി ചിന്തിക്കാനും തീരുമാനങ്ങളെടുക്കാനും നിങ്ങൾക്ക് സാധിക്കണം. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ എടുത്തുചാടി പ്രതികരിക്കാതെ കുറച്ചു സമയമെടുത്ത് കാര്യങ്ങൾ വിശകലനം ചെയ്ത ശേഷം മാത്രം യുക്തിപൂർവ്വം പ്രതികരിക്കുക. നിങ്ങളുടെ വികാരങ്ങൾ എപ്പോഴും നിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കണം, അല്ലാതെ നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ആരെങ്കിലും നിങ്ങളെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് അതേ നാണയത്തിൽ മറുപടി നൽകുന്നതിനു പകരം ഒരു ചെറിയ പുഞ്ചിരിയോടെ അവരെ അവഗണിക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ വലിയ മാനസിക വളർച്ചയെയാണ് കാണിക്കുന്നത്. ഇത്തരത്തിൽ ഉയർന്ന വൈകാരിക ബുദ്ധി പ്രകടിപ്പിക്കുന്ന വ്യക്തികളെ ആളുകൾ അത്ഭുതത്തോടെയും വലിയ ആദരവോടെയുമാണ് നോക്കിക്കാണുന്നത്. പരാതികൾ പറയുന്ന ശീലം ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുക. എപ്പോഴും സ്വന്തം ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ജീവിതത്തിലെ കഷ്ടപ്പാടുകളെക്കുറിച്ചും മറ്റുള്ളവരുടെ കുറ്റങ്ങളെക്കുറിച്ചും മാത്രം സംസാരിക്കുന്ന ആളുകളെ സമൂഹത്തിന് വേഗം മടുക്കും. പ്രശ്നങ്ങളെക്കുറിച്ച് സദാ പരാതിപ്പെടുന്നതിനു പകരം അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നവരായി മാറുക. പോസിറ്റീവായ ഊർജം പ്രസരിപ്പിക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കാനാണ് എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരെക്കുറിച്ചുള്ള ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തുകയോ അത്തരം സംഭാഷണങ്ങളിൽ പങ്കുചേരുകയോ ചെയ്യുന്നത് നിങ്ങളുടെ വില വളരെ വേഗം കളയുന്ന മറ്റൊരു പ്രധാന കാര്യമാണ്. അതായത് ഗോസിപ്പ് പറയുന്ന ശീലം. ഗോസിപ്പ് പറയുന്ന ആളുകളെ ആരും ഉള്ളിന്റെയുള്ളിൽ വിശ്വസിക്കില്ല. ഇന്ന് നിങ്ങൾ മറ്റൊരാളെക്കുറിച്ച് എന്റെ അടുത്ത് മോശം പറഞ്ഞാൽ നാളെ എന്നെക്കുറിച്ച് നിങ്ങൾ വേറെ ആരോടെങ്കിലും മോശം പറയും എന്ന് ചിന്തിക്കാൻ വലിയ ബുദ്ധിയൊന്നുമില്ല. അതുകൊണ്ട് പരദൂഷണം പറയുന്ന സ്ഥലങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും എപ്പോഴും ഒരു സുരക്ഷിത അകലം പാലിക്കുക. ആരെങ്കിലും അങ്ങനെ സംസാരിക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ തന്നെ വളരെ തന്ത്രപരമായി അതിൽ നിന്നും ഒഴിഞ്ഞുമാറുക. പകരം പുതിയ ആശയങ്ങളെക്കുറിച്ചും ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ചും പുതിയ അറിവുകളെക്കുറിച്ചും സംസാരിക്കുന്ന മികച്ച വ്യക്തികളുമായി കൂട്ടുകൂടുക. ജീവിതത്തിൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ വലിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്ന ഫോക്കസ് ഉള്ള ഒരാളാണ് നിങ്ങൾ എന്ന് മറ്റുള്ളവർക്ക് നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ മനസ്സിലാകണം. എന്ത് ചെയ്യണം എന്നറിയാതെ യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ സമയം കളയുന്ന ഒരാളെ ആരും കാര്യമായി എടുക്കില്ല. നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും കാണുമ്പോൾ സ്വാഭാവികമായും ആളുകളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് വലിയൊരു ബഹുമാനം തോന്നും. സ്വന്തമായി ഒരു കാഴ്ചപ്പാടും അഭിപ്രായവുമുള്ള വ്യക്തിയായിരിക്കണം നിങ്ങൾ. എല്ലാ കാര്യത്തിലും മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ട് തലയാട്ടുന്ന ഒരാളാകരുത്. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആരുടെ മുഖത്തു നോക്കിയും ധൈര്യമായി തുറന്നു പറയാൻ സാധിക്കണം. അതുപോലെ സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുന്നതും സ്വാതന്ത്ര്യം നേടുന്നതും ബഹുമാനം ലഭിക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. പണം ഉണ്ടെങ്കിലേ ബഹുമാനം കിട്ടൂ എന്നല്ല ഇതിനർത്ഥം. എന്നാൽ മറ്റുള്ളവരുടെ മുൻപിൽ സാമ്പത്തിക സഹായത്തിനായി എപ്പോഴും കൈനീട്ടാത്ത, സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പുള്ള ഒരാളെ സമൂഹം എപ്പോഴും വിലമതിക്കും. കടം വാങ്ങി തിരികെ കൊടുക്കാതിരിക്കുക, മറ്റുള്ളവരുടെ പണത്തിന് വില കൽപ്പിക്കാതിരിക്കുക തുടങ്ങിയ ശീലങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ശോഭ കെടുത്തും. സ്വന്തമായി സമ്പാദിക്കാനും അത് കൃത്യമായി കൈകാര്യം ചെയ്യാനും പഠിക്കുന്നത് നിങ്ങളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഒരാളാക്കി മാറ്റും. സഹാനുഭൂതി അഥവാ എമ്പതി എന്നത് ബഹുമാനം നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു വലിയ ഗുണമാണ്. മറ്റുള്ളവരുടെ സ്ഥാനത്തു നിന്നു കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക. ഒരാൾ ഒരു മോശം അവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ അവരെ കുറ്റപ്പെടുത്താതെ അവർക്ക് താങ്ങാകാൻ കഴിയണം. സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാകുന്നവരെ സമൂഹം എക്കാലത്തും ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യും. എന്നാൽ സഹായിക്കുമ്പോഴും നിങ്ങളുടെ അതിരുകൾ ലംഘിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലപ്പെട്ട ചിന്തകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ബഹുമാനമെന്നത് ആരുടെയെങ്കിലും മുന്നിൽ കൈനീട്ടി യാചിച്ചു വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല. അത് നിങ്ങളുടെ കരുത്തുറ്റ സ്വഭാവം കൊണ്ടും മാന്യമായ പെരുമാറ്റം കൊണ്ടും ചിട്ടയായ ജീവിതരീതി കൊണ്ടും നിങ്ങൾ സമൂഹത്തിൽ നിന്നും അർഹിച്ചെടുക്കേണ്ടതാണ്. മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുൻപായി നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ സമയത്തിനും വാക്കിനും വില നൽകുക. നന്നായി കേൾക്കാൻ പഠിക്കുക. ആവശ്യമില്ലാത്തയിടത്ത് മുഖത്തു നോക്കി ഇല്ല എന്ന് പറയാൻ ശീലിക്കുക. എപ്പോഴും വികാരങ്ങളെ നിയന്ത്രിക്കുക. മറ്റുള്ളവരെ പരിഗണിക്കുക എന്നീ കാര്യങ്ങൾ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക. ഒറ്റ രാത്രി കൊണ്ട് ഒരു അത്ഭുതവും സംഭവിക്കില്ലെങ്കിലും നിരന്തരമായ പരിശ്രമത്തിലൂടെ തീർച്ചയായും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ കാഴ്ചപ്പാടിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി ജീവിക്കാതെ നിങ്ങളുടെ ഏറ്റവും മികച്ച പതിപ്പായി മാറാൻ ശ്രമിക്കുക. അപ്പോൾ സമൂഹത്തിൽ വിലയും ബഹുമാനവും താനെ നിങ്ങളെ തേടിയെത്തും.